പാപമോചനത്തെ പറ്റി ഒരു ചിന്ത പോലും നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട അതിന്റെ ആ ചിന്താമണ്ഡങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ച് ഉണർത്തുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പാപമോചനം നേടാതെ നമ്മൾ മരിച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങൾ പറയാൻ വരുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് പാപികൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ ക്രൂശ മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം തീർച്ചയായിട്ടും കിട്ടണം. എന്നാൽ ഞങ്ങൾ അറിയുന്നിടത്തോളം നിങ്ങളിൽ അനേക പേർക്കും പാപമോചനം ഇന്നേവരെ ലഭിച്ചിട്ടില്ല. അതെങ്ങനെ തെളിയിക്കാൻ പറ്റും? നിങ്ങളുടെ നാവ് തന്നെ പറയുന്നു നിങ്ങൾ പാപികളും ദോഷികളുമാണെന്ന്. നിങ്ങളുടെ നാവ് തന്നെ പറയുന്നു ദൈവം ബലവാനും പരിശുദ്ധനുമാണെന്ന്. അങ്ങനെ ബലവാനും പരിശുദ്ധനുമായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പാപിയും ബലഹീനമായിരിക്കുന്ന നിനക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല എന്നുള്ള ആ നഗ്നമായിരിക്കുന്ന സത്യം അത്ര ഞങ്ങൾ ഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട ഇത് വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നുവോ യേശുക്രിസ്തു മരിച്ചത് നമ്മുടെ ഭൂമിയിലെ കടം മാറ്റുവാനും ഭൗതികമായിരിക്കുന്ന കടം മാറ്റുവാനും ഭൗതികമായിരിക്കുന്ന നന്മകൾക്കും വേണ്ടിയിട്ടാണ് ക്രിസ്തു മരിച്ചത് നിങ്ങൾ വിചാരിക്കുന്നുവോ? അശേഷമല്ല. കാരണം പണ്ട് ദൈവം മോശ മുഖാന്തരം ന്യായപ്രമാണം നൽകിയിരുന്നു. മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്തപ്പോഴും ആ ന്യായപ്രമാണങ്ങളെ കേട്ട് അനുസരിക്കുന്നവന് ഇന്ന നന്മകൾ കൊടുക്കുന്ന അവിടുന്ന് വാഗ്ദത്തമുണ്ട്. നിന്റെ തൊട്ടിയിലെ മാവ് കുറഞ്ഞു പോകത്തില്ല. നിന്റെ ശത്രുക്കള് ഒരു വഴിയായിട്ട് വരും, 7 വഴിയായിട്ട് ചിതറിപ്പോകും. അനേക അനുഗ്രഹങ്ങളെ കൊടുത്തിരിക്കുകയാണ്. ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അത് അനുസരിച്ചില്ല എങ്കിലോ സർവനാശം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം എന്താണ്? ആ ദൈവത്തിന്റെ കൽപ്പനയെ നിഷേധിച്ച് വിഗ്രഹാരാധനയിലേക്ക് പോയത് വഴി ഞാനല്ലാതെ ഒരു ദൈവമില്ല, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവുന്നുള്ള കൽപ്പന വിട്ട് അന്യദേശക്കാരുടെ ഇഷ്ടത്തിനൊത്തവർ വിഗ്രഹാരാധനയിലേക്ക് പോയപ്പോഴും ദൈവം അവരെ നെബൂഖദ്നേസറിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു. നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് അവർ കടന്നുപോയി.